കോതമംഗലത്തെ യുവതിയുടെ ആത്മഹത്യ NIA അന്വേഷണം ആവശ്യപ്പെട്ട് പെൺകുട്ടിയുടെ മാതാവ് മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും കത്തയച്ചു. മകൾ ആത്മഹത്യ ചെയ്ത് മതപരിവർത്തന ശ്രമം മൂലമെന്ന് മാതാവ് ആവർത്തിച്ചു. പോലീസ് കേസെടുത്തിരിക്കുന്നത് അതേസമയം ദുർബല വകുപ്പുകൾ മാത്രം ചുമത്തിയെന്ന് കുടുംബം പറഞ്ഞു. 23-കാരുടെ ആത്മഹത്യയിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിച്ചു. ഇന്ന് മൂവാറ്റുപുഴ ഡിവൈഎസ്പിയാണ് ഇതുമായി ബന്ധപ്പെട്ട വിഷയം അന്വേഷിക്കുന്നത് എന്നുള്ളതാണ്. പ്രതിയായ റമീസിന്റെ മാതാപിതാക്കളെ ഉടൻ ചോദ്യം ചെയ്യും. ഒപ്പം റമീസിനെ കസ്റ്റഡിയെടുക്കാനും പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ഡാനി പോൾ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഡാനി, ഇത് ഇപ്പോൾ മതപരിവർത്തനം എന്നുള്ളത് ഇന്നലെയും ആവർത്തിച്ചിരുന്നു. മാതാപിതാക്കളും ബന്ധുക്കളും മറ്റും അതിൽ ഉറച്ചു നിൽക്കുകയാണോ അവർ? കോതമംഗലത്തെ 23-കാരിയുടെ ആത്മഹത്യയിൽ കേസിൽ വിശദമായ രീതിയിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് NIA അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് യുവതിയുടെ കുടുംബം ഇപ്പോൾ കത്തയച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ DGPക്കുമാണ് പെൺകുട്ടിയുടെ മാതാവ് കത്തയച്ചിരിക്കുന്നത്. ഇതിൽ അവർ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ മതപരിവർത്തനമാണ് ഇതിൻ്റെ ഇടയിൽ നടക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിൽ കൃത്യമായ രീതിയിലുള്ള അന്വേഷണം വേണം. ഇതിൽ വിദേശത്തു നിന്നോ എവിടെ നിന്നെങ്കിലും ഈ രീതിയിലുള്ളൊരു ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് തങ്ങൾക്ക് സംശയമുണ്ട്. ഇത്തരം കാര്യങ്ങൾ പോലീസ് അന്വേഷണം നടത്തിയാൽ പുറത്തേക്ക് വരില്ല. അതുകൊണ്ട് വ്യക്തമായ രീതിയിൽ തന്നെ ദേശീയ അന്വേഷണ ഏജൻസി തന്നെ ഇക്കാര്യങ്ങളിൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ പോലീസ് ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ, ഈ പിടിയിലായിട്ടുള്ള ഈ പെൺകുട്ടിയുടെ സുഹൃത്ത് റമീസിനെതിരെ ചുമത്തിയിട്ടുള്ള വകുപ്പുകൾ ദുർബലമാണ്. ഇത് ഇവർക്ക് ജാമ്യം കിട്ടാനും വിടുതൽ നേടാനും എല്ലാം തന്നെ കാരണമാകും. അതുകൊണ്ട് കൂടുതൽ കാര്യക്ഷമമായ രീതിയിലുള്ള ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ വേണ്ടതുണ്ട് എന്നതാണ് അവർ ആവശ്യപ്പെടുന്നത്. ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഈ കേസിലുള്ള ഇടപെടൽ അനിവാര്യമാണ് എന്ന് കാണിച്ചുകൊണ്ടാണ് DGPക്കും മുഖ്യമന്ത്രിക്കും ഇവർ കത്തയച്ചിട്ടുള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ പോലീസിൻ്റെ ഒരു പ്രതികരണമോ കാര്യങ്ങളോ ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല. ഇതിൽ മതപരിവർത്തനം അടക്കമുള്ള കാര്യങ്ങൾ ഇവർ ആരോപിക്കുന്നുണ്ട്. അക്കാര്യങ്ങളിൽ പോലീസിൻ്റെ ഒരു പ്രതികരണം ലഭ്യമായിട്ടില്ല. വിശദമായ രീതിയിലുള്ള അന്വേഷണം വേണമെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ റിമാൻഡിലുള്ള റമീസിനു വേണ്ടി കസ്റ്റഡി അപേക്ഷ പോലീസ് സമർപ്പിച്ചിട്ടുണ്ട്. 5 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യണമെന്ന് പോലീസ് പറയുന്നു. ഇയാളിൽ നിന്ന് പിടിച്ചെടുത്ത മൊബൈൽ ഫോണും മറ്റു രേഖകളും അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ കുട്ടിയുടെ ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പോലീസ് പരിശോധിക്കുന്നു. മുറിവുകൾ, ആ കുട്ടിക്ക് ഏറ്റ ക്ഷതങ്ങൾ എത്രമാത്രം ഗൗരവമുള്ളതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. നിലവിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം അടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ ഈ റമീസിൻ്റെ മാതാപിതാക്കളെയും ചോദ്യം ചെയ്യണമെന്ന രീതിയിൽ തന്നെയാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ആത്മഹത്യാ പ്രേരണ കുറ്റം അടക്കമുള്ള കാര്യങ്ങൾ ഇവരുടെ മേൽ ചുമത്താം. അത്തരം കാര്യങ്ങളിൽ കൂടുതൽ അന്വേഷണം വേണം. കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ടെങ്കിൽ കൂടിയും ഇവരെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികളാക്കാനുള്ള സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. അവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് പോലീസ് ഇപ്പോൾ നീക്കം നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് പരിശോധനകൾ പൂർത്തിയാക്കി വരികയാണ്.